അങ്ങനെ പിന്നീടുള്ള കാലം അവർ സുഖമായി ജീവിച്ചു. എന്താ, കഥ ഇഷ്ടമായോ നിങ്ങൾക്ക്? ഹായ്, നല്ല കഥ. ആ, എങ്കി പറ, ഈ കഥയിൽ നിന്നും എന്താണ് മനസ്സിലായത്? ഞാൻ പറയാം. ആ, ശരി, പറയൂ. ഏതു സത്യവും ഒരു നാൾ തെളിയും, അതുപോലെ ഏതു കള്ളവും ഒരു നാൾ പിടിക്കപ്പെടും. മിടുക്കൻ. ഇനി അപ്പൂപ്പൻ പറയുന്നത് ഒരു തവളക്കുട്ടന്റെ കഥയാണ്. പണ്ട് ഒരു കുളത്തിനരികിൽ ഒരു തവളക്കുട്ടൻ താമസിച്ചിരുന്നു. ഒരു ദിവസം എന്തു മനോഹരമായ ഒരു കുളം! ഹായ്, ആ മത്സ്യം നീന്തുന്നത് കാണാൻ എന്തു ഭംഗിയാണ്! ഇതുപോലെ നീന്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ ജീവിതം എത്ര മനോഹരമായേനെ. ഏയ് മത്സ്യമേ! എന്താ, എന്നെ വിളിച്ചോ? നിന്നെപ്പോലെ മനോഹരമായി നീന്താൻ എനിക്ക് കൊതിയാകുന്നു. ദയവായി നീ നീന്തും പോലെ എന്നെ നീന്തൽ പഠിപ്പിക്കുമോ? ശരി, ഞാൻ പഠിപ്പിച്ചു തരാം. പക്ഷേ നീ വളരെയധികം ബുദ്ധിമുട്ടണമെന്ന് മാത്രം. ഓ, അതിനെന്താ, നിന്നെ പോലെ നീന്താൻ വേണ്ടി എന്തു ചെയ്യാനും ഞാൻ തയ്യാറാണ്. ആദ്യം ഞാൻ നീന്തുന്നത് നീ ശ്രദ്ധയോടെ കാണുക. ഇനി നീ ഇതുപോലെ അനുകരിക്കാൻ ശ്രമിക്കുക. എന്തൊരു ക്ഷീണം! ഒരു കാര്യം ചെയ്യാം, കുറച്ചു നേരം ഇവിടെ വിശ്രമിക്കാം. മത്സ്യത്തിന്റെ വേഗത്തിൽ എനിക്ക് നീന്താൻ കഴിഞ്ഞു. ഇനി ആ മുയലിന്റെ വേഗത്തിൽ എനിക്ക് ഓടാൻ പഠിക്കണം. ഏയ് കൂട്ടുകാരാ, നമ്മുടെ ശരീരങ്ങൾ തമ്മിൽ വളരെ സാമ്യമുണ്ട്. ദയവായി അതിവേഗത്തിൽ ഓടുന്ന വിദ്യ എന്നെയും പഠിപ്പിച്ചു തരാമോ? ശരി, ഞാൻ പഠിപ്പിക്കാം. പക്ഷേ എന്നെ പോലെ ഓടാൻ പഠിക്കണമെങ്കിൽ കഠിനാധ്വാനവും ക്ഷമയും ആവശ്യമാണ്. ഞാൻ വളരെ വേഗത്തിൽ നീന്താൻ പഠിച്ചു എന്ന് തോന്നുന്നു. ഇനി എനിക്ക് മുയലിനെ പോലെ അതിവേഗം ഓടാൻ പഠിക്കണം. നീ ഇനി പലതും പഠിക്കാനിരിക്കുന്നതേയുള്ളൂ. എന്നെ പോലെ വേഗത്തിൽ നീന്തണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടണമെന്ന് ഞാൻ പറഞ്ഞിരുന്നതാണല്ലോ. നമുക്ക് തുടങ്ങാം. ഞാൻ ചാടുന്നത് ശ്രദ്ധിച്ചു നോക്കൂ. വെള്ളത്തിൽ നീന്താനും കരയിൽ ഓടാനും ഞാൻ പഠിച്ചു കഴിഞ്ഞു. എന്നെ പോലെ ഈ രണ്ടു വിദ്യയും ചെയ്യാൻ കഴിയുന്ന ഒരു ജീവിയും ഈ ലോകത്തില്ല. ഞാനിപ്പോ ആവശ്യത്തിന് ഓടാൻ പഠിച്ചു കഴിഞ്ഞു. എന്നെ പോലെ ഓടാൻ പഠിച്ചു എന്ന് നീ വിചാരിക്കുന്നുവോ? വിഡ്ഢിത്തം കാണിക്കരുത്. പഠനം തുടരൂ. ഈ കാരണങ്ങൾ കൊണ്ടാണ് തവളയ്ക്ക് വെള്ളത്തിൽ ശരിയായ വിധം നീന്താനോ കരയിൽ വേഗത്തിൽ ഓടാനോ കഴിയാതായത്.